എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 ഈന്തപ്പഴം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഈ പച്ചമാങ്ങയിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ചമാങ്ങ ഞാനിപ്പോൾ വേവിച്ചെടുക്കാതെയാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കാലം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ചിട്ട് ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓയിലിട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ വഴറ്റിയതിന് ശേഷം മാങ്ങയും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ആ ഒരു റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇതിലോട്ടൊരു 2.5 ടേബിൾ സ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 കപ്പ്